+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 4th ചാപ്റ്റർ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് ഡാറ്റയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കോളം ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ എല്ലാ പ്രാക്ടിക്കൽ എക്സാമിനും ഉറപ്പായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ കോളം ചാർട്ട് ആൻഡ് ഗിവ് ടൈറ്റിൽ മാർക്സ് സ്കോർഡ് ബൈ ദ സ്റ്റുഡൻസ്. ഒരു കോളം ചാർട്ട് വരച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് എന്ത് ഹെഡിങ് കൊടുക്കണം? മാർക്സ് സ്കോർഡ് ബൈ ദ സ്റ്റുഡൻസ് എന്ന ഹെഡിങ് കൊടുക്കണം. നമ്മളിവിടെ തന്നിരിക്കുന്ന ഡാറ്റ, അതായത് മാർക്ക് തന്നിട്ടുണ്ട്, ഏത് 2 മാർക്കുകളുടെ ഇടയിലാണെന്നും എത്ര സ്റ്റുഡൻസിന് ആ മാർക്ക് കിട്ടിയെന്നും തന്നിട്ടുണ്ട്. ഈ ഡാറ്റ നമ്മൾ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റർ അടിച്ചാൽ മതി, അത് പേസ്റ്റ് ആയിക്കോളും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിത് ഈ സെല്ലിൻ്റെ നടുക്കാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അലൈൻ ആൻഡ് സെൻറ്റർ എന്നുള്ള ഈ സിമ്പിൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാൻ പറ്റും 0 to 20 മാർക്ക് കിട്ടിയത് 80 കുട്ടികൾക്ക്, 21 to 40 മാർക്ക് കിട്ടിയത് 190 കുട്ടികൾക്ക്, 41 to 60 മാർക്ക് കിട്ടിയത് 320 കുട്ടികൾക്ക്, 61 to 80 മാർക്ക് കിട്ടിയത് 200 കുട്ടികൾക്ക്, 81 തൊട്ട് 100 വരെ മാർക്ക് കിട്ടിയത് 100 കുട്ടികൾക്ക്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്കൊരു കോളം ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമ്മൾ പരീക്ഷയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് A1 തൊട്ട് F2 വരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസർട്ടിൽ നിന്ന് ചാർട്ട് എടുക്കുക. ചാർട്ട് എടുക്കുമ്പോൾ തന്നെ കോളം ചാർട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് ഇതിൽ എപ്പോഴും സെലക്റ്റഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ചാർട്ട് കോളം ചാർട്ടാണ്. അപ്പോൾ ചാർട്ട് ടൈപ്പ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. ഡാറ്റ റേഞ്ച് നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, A1 to F2 എന്നുള്ളത്. A1 F2, അതായത് ഷീറ്റ് 2 എന്ന് പറയുന്ന ഷീറ്റിലാണ് ഈ ഒരു ഡാറ്റ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ഷീറ്റ് 2 എന്ന് വന്നത്. ഞാൻ ആ ഷീറ്റിൻ്റെ പേരൊന്നും മാറ്റിയിട്ടില്ല. ഡാറ്റ സീരീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇതാണ് സീരീസ് എന്ന് പറയുന്നത്. ഈ സീരീസായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ്. ചാർട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മാർക്ക് സ്കോർഡ് ബൈ ദ സ്റ്റുഡൻസ്. അതുപോലെ ഇവിടെ ടൈറ്റിൽ കൊടുക്കുന്നു. സബ് ടൈറ്റിൽ ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. എക്സ് ആക്സിസിൽ എന്താണ് വന്നിരിക്കുന്നത്? മാർക്കാണ് വന്നിരിക്കുന്നത്. 21 to 40, 41 to 60, 61 to 80. അപ്പം ഞാനവിടെ മാർക്സ് എന്ന് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത വൈ ആക്സിസിൽ എന്താണ് വന്നിരിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. എൻ്റെ 350, 300 നമുക്ക് കാണാൻ പറ്റും. ഞാനപ്പോൾ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുന്നു. ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചെറുതാക്കാം. ഇത് ചെറുതായി പോയി. അതായത് മാർക്ക് സ്കോർഡ് ബൈ ദ സ്റ്റുഡൻസ് എന്ന് ഹെഡിങ് വന്നു. ചാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മാർക്ക് വന്നു. ഇവിടെ കുട്ടികളുടെ എണ്ണം വന്നു. കുട്ടികളുടെ എണ്ണം 0 to 20 വരെയുള്ളത് എത്ര കുട്ടികളാണെന്ന് പറഞ്ഞ് 80 കുട്ടികളാണ്. അപ്പോൾ 100-നും 50-നും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. 21 തൊട്ട് 40 വരെ മാർക്കുള്ള എത്ര കുട്ടികളാണ്? 190 കുട്ടികൾ. ഏകദേശം 200-ന് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 81 തൊട്ട് 100 വരെ മാർക്കുള്ള എത്ര കുട്ടികളാണ്? 100 കുട്ടികൾക്കാണ്. ഈ ഡേറ്റ സീരീസ് എന്തിനെ കാണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇവിടെ മാർക്ക്, ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിരിക്കുന്നത്.